1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. ദൈവദാസനായ സുക്കോളച്ചൻ ദൈവദാസി മദർ പേത്രയെ ഏറെ ആ ആരംഭ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് സഹായിച്ചിരുന്നു. സുക്കോളച്ചൻ മദർ പേത്രയെ പറ്റി പറഞ്ഞത് ഇതാണ്: ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള 2 വ്യക്തികളുണ്ട്. ഒന്ന് ഇപ്പോൾ സ്വർഗത്തിൽ വിശുദ്ധിയായിരിക്കുന്ന മദർ തെരേസ, മറ്റൊന്ന് മദർ പേത്രയെപ്പറ്റി പറഞ്ഞത് ഇതാണ്: ഇങ്ങനെ ഉയരം കുറഞ്ഞാണെങ്കിലും വലിയ ആദർശധീരതയുള്ളൊരു വ്യക്തിത്വം, എന്തും ധൈര്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റം, അതിലേറെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഹൃദയം. അതാണ് സുക്കോളച്ചൻ പങ്കുവച്ചത്. മദർ പേത്രയുടെ ആ തുടക്കം അങ്ങനെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച്, പക്ഷേ തൻ്റെ ആ നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം. അങ്ങനെയാണ് 5.5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മദർ പേത്ര ദീനസേവന സഭയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പക്ഷേ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളമാണ്. പ്രത്യേകിച്ച് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെ, അനാഥരെ, ആലംബഹീനരെ, മരണാസന്നരെ ഒക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയും അങ്ങനെ അവരിൽ കർത്താവിൻ്റെ മുഖം ദർശിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം. പേത്ര എന്ന ആ ജർമ്മൻ വാക്കിൻ്റെ അർത്ഥം പാറ എന്നാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവാകുന്ന പാറയിൽ അടിത്തറയിട്ട ഒരു ധന്യമായ ജീവിതമായിരുന്നു മദർ പേത്ര മോണിങ്മാൻ്റെ. ലൂക്കായുടെ സുവിശേഷം 6:48 നാം കാണുന്നത് പോലെ
ക്രിസ്തുവാകുന്ന പാറയിൽ അടിത്തറയിട്ട ഭവനം ഏതു പേമാരിയും കൊടുങ്കാറ്റും പ്രതിസന്ധികളും പ്രക്ഷുബ്ധമായ അവസ്ഥകളും വന്നാൽ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിൻ്റെ നേർസാക്ഷ്യമാണ് ദീനസേവന സഭ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആ ഭവനം ക്രിസ്തുവാകുന്ന പാറയിൽ അടിസ്ഥാനമിട്ടായതുകൊണ്ട് തന്നെ അത് ശക്തമായി നിലകൊണ്ടു അനേകായിരങ്ങൾക്ക് ആശ്വാസമാകുന്ന, ആശ്രയമാകുന്ന ഒരു അനുഗ്രഹീത ഭവനമായി അത് ഇന്നും നിലകൊള്ളുന്നു. ജൂൺ 1 ദീനസേവന സഭ 3 പ്രൊവിൻസുകളും ഒരു വൈസ് പ്രൊവിൻസുമായി തിരിച്ചത്. കേരളത്തെ അമല പ്രൊവിൻസ് എന്ന് പറയും. അമല പ്രൊവിൻസിൻ്റെ ഈ പ്രൊവിൻഷ്യൽ ഹൗസ് 2009 പ്രവർത്തനം ആരംഭിച്ചത്. ഈ പ്രൊവിൻസിൻ്റെ എല്ലാ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ പ്രൊവിൻഷ്യൽ ഹൗസിലാണ് ചെയ്യുന്നത്. അമല പ്രൊവിൻസിൽ 267 സിസ്റ്റേഴ്സ് ഉണ്ട്, 37 കോൺവെൻറ്റുകളുണ്ട്, ഏകദേശം 1000-ഓളം അന്തേവാസികളുണ്ട്. ഓർഫൺസ്, മെൻ്റലി ചലഞ്ചഡ് ചിൽഡ്രൻ, ഏജ്ഡ് ആയിട്ടുള്ളവർ, അങ്ങനെയുള്ള 1000-ഓളം അന്തേവാസികൾ പല സ്ഥാപനങ്ങളിലായി, പല ജില്ലകളിലായി ഈ അമല പ്രൊവിൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ്റെ ഈ യുഗത്തിൽ ഒരു പ്രസ്സും ഈ അമല പ്രൊവിൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പിലാത്രയാണ്. അങ്ങനെ ഈ പ്രൊവിൻസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രൊവിൻഷ്യൽ ഹൗസിലാണ് നടക്കുന്നത്. നമ്മുടെ എല്ലാ സഹോദരിമാരും അന്തേവാസികളും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരും നമ്മളെ ഏറെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി കാണുകയും ഈ പ്രൊവിൻസിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും മാത്രമല്ല ആധ്യാത്മികമായി ഞങ്ങളെ സഹായിക്കുവാൻ വൈദികരും അതുപോലെ ഞങ്ങളായിരിക്കുന്ന ഈ കോഴിക്കോട് രൂപതയിൽ ഞങ്ങളെ എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് വർഗീസ് ചക്കാലക്കൽ പിതാവാണ്. അങ്ങനെ ഈ പ്രൊവിൻസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവാനുഗ്രഹത്താൽ നന്നായി പോകുന്നതിന് ഓരോ നിമിഷവും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും അതുപോലെ ദൈവത്തിൻ്റെ കൃപയുടെ കീഴിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ സഹായവും എപ്പോഴും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. ഈ പട്ടുവം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യരുടെ ഗണമായിരുന്നു. അവർക്ക് ഇവിടെ ഒരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. വേണ്ടത്ര ഭക്ഷണമോ മരുന്നോ വസ്ത്രമോ ഇല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു പട്ടുവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ജനത്തെ കണ്ടപ്പോഴും അതിന് വളരെ സന്തോഷമായിരുന്നു. കാരണം ഇവരുടെ ഇടയിലാണ് എന്നെ ഐക്യപ്പെട്ടിരിക്കുന്നത്, ഈ ജനത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് മദറിന് തോന്നിയിട്ടുണ്ട്. ദീനസേവന സഭ ഇന്ന് 100ഓളം കമ്മ്യൂണിറ്റികളുള്ള ഒരു സമൂഹമാണ്. 90ഓളം കമ്മ്യൂണിറ്റികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായി ഉണ്ട്. അവിടെ സഹോദരിമാർ പല സാമൂഹ്യ മേഖലകളിലും വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ മെയിനായിട്ടുള്ള സേവന രംഗങ്ങൾ സാമൂഹ്യ സേവനമാണ്. ഞങ്ങളിന്ന് അമേരിക്ക, ജർമ്മനി, ഇറ്റലി എന്നീ സ്ഥലങ്ങളിലും ഞങ്ങളുടെ കാര്യസം അനുസരിച്ച് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ മദർ പേത്രായുടെ ആധ്യാത്മികത വിശുദ്ധിയൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പട്ടുവത്തമ്മ എന്ന പേരിൽ ഒരു ത്രൈമാസ ന്യൂസ് ലെറ്റർ തയ്യാറാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മദർ പേത്രയുടെ ഒരു അസോസിയേഷൻ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ലാംബ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഫുൾ ഫോം ലീജിയൻ ഓഫ് അസോസിയേറ്റ്സ് ഓഫ് മദർ പേത്ര എന്നാണ്. ഈ ലാംബ് അംഗങ്ങൾ എല്ലാവരും തന്നെ മദർ പേത്രായുടെ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവരും മദർ പേത്രായുടെ ആധ്യാത്മികത തങ്ങളുടെ ജീവിതത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരും മദർ പേത്രയെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അവർ കൂടെ മദർ പേത്രായുടെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നടത്തുകയും അതുപോലെ തന്നെ പട്ടുവത്തമ്മ എന്ന ന്യൂസ് ലെറ്റർ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അവർ സഹായിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തു നിന്നും അകലെ നിന്നും ഒത്തിരി ജനങ്ങൾ മദർ പേത്രയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ഇവിടെ എത്താറുണ്ട്. 4 വർഷത്തോളം എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. മനസ്സിന് വല്ലാത്ത ഭയം തോന്നും. സന്ധ്യ ആകുമ്പോൾ അത് കൂടി അങ്ങ് വരും.
അപ്പോൾ വല്ലാതെ ചങ്കിടിപ്പ് വല്ലാതെ അങ്ങ് കൂടും, മനസ്സാകെ അസ്വസ്ഥമാകും, രാത്രിയിൽ ഒട്ടും ഉറങ്ങാൻ സാധിക്കാറില്ല. അങ്ങനെ ഇത് കൂടി അധികമായപ്പോഴും ഞാൻ എൻ്റെ അനുജത്തിയോട്, ഇവിടെ പട്ടുവത്ത് താമസിക്കുന്ന എൻ്റെ അനുജത്തി മേബിളിനോട് കാര്യങ്ങൾ സംസാരിച്ചു. അവൾ എനിക്ക് മദർ പേത്രയുടെ നാമകരണ പ്രാർത്ഥന തന്നിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയൊക്കെ മാറി രാത്രിയിൽ ഉറങ്ങാനും സാധിച്ചു, ഇപ്പോഴും സാധിക്കുന്നു. പിന്നെ ഒരു 2 വർഷത്തോളം എനിക്ക് നട്ടലിൻ്റെ പ്രശ്നം മൂലം കാലിലേക്ക് വേദന വന്നിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നടക്കാൻ സാധിച്ചു. ഒത്തിരി മരുന്നൊക്കെ കഴിച്ചിരുന്നു, പക്ഷേ അതിലൊന്നും എനിക്ക് ഭേദം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അമ്മയോട് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് അതിന് സൗഖ്യം കിട്ടി. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7:8 ഇപ്രകാരം പറയുന്നു: ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു. അപ്പോൾ ഞാൻ വിശ്വാസത്തോടെ ചോദിച്ചു, എനിക്ക് ലഭിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ച മദർ പേത്രയ്ക്ക് 1000 നന്ദി. അമ്മ വഴി ഞങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മദർ പേത്രയുടെ കബറടത്തിങ്കിൽ ഒരു കിടാവിളക്കുണ്ട്. ആ കിടാവിളക്കിലേക്കുള്ള എണ്ണ അവർ ഓഫർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ കിടാവിളക്കിലെ എണ്ണയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിൽ നിന്നുള്ള എണ്ണ അവർ ഒരു ചെറിയ കുപ്പികളിലാക്കി കൊണ്ടുപോകാറുണ്ട് വീടുകളിലേക്ക്. അത് രോഗമുള്ള സ്ഥലങ്ങളിൽ, വേദനയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് പൂശുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അതിൻ്റെ സൗഖ്യം ലഭിക്കുന്നുണ്ട് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മദർ പേത്രയുടെ നാമകരണ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. നാമകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം 52 പ്രാവശ്യം പിതാവിനും പുത്രനും എന്ന പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അത് 52ാമത്തെ വയസ്സിലാണ് മദർ പേത്ര മരിക്കുന്നത്. അങ്ങനെ 52 പ്രാവശ്യം പിതാവിനും പുത്രനും ചൊല്ലി കഴിയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് എന്ന് ഒത്തിരി വിശ്വാസികളും അതുപോലെ തന്നെ സിസ്റ്റേഴ്സും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിന്നീട് മദർ പേത്രയുടെ ഡെത്ത് ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ നമ്മൾ നേർച്ച ഭക്ഷണം കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നേർച്ച അരിയും വിതരണം ചെയ്യാറുണ്ട്. ഈ നേർച്ച അരി വാങ്ങിക്കാനായിട്ട് നാനാജാതി മതസ്ഥർ ഇവിടെ വന്നു ചേരാറുണ്ട്. കാരണം ഈ നേർച്ച അരി അവർ 1 വർഷത്തേക്ക് സൂക്ഷിച്ചു വെക്കും. കുറച്ചെടുത്ത് അവരുടെ ഭക്ഷണത്തിനുള്ള അരിയിൽ അവർ മിക്സ് ചെയ്തിട്ടാണ് അത് അവർ ഉപയോഗിക്കുന്നത്. ഈ നേർച്ചയരി മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത് തങ്ങളുടെ ഭവനങ്ങളിൽ ഒരിക്കലും അരി ഇല്ലാതാവുന്നില്ല, ദാരിദ്ര്യം അവിടെ വരുന്നില്ല. അതുകൊണ്ട് 1 വർഷത്തേക്ക് അടുത്ത ഡെത്ത് ആനിവേഴ്സറി വരുന്നത് വരെ ആ അരി അവർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മദർ പേത്രയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടും മദർ പേത്രയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനായിട്ട് അനേകം മക്കൾ ഇവിടെ വന്നു ചേരാറുണ്ട്. എൻ്റെ മോളെയും കൂടി ഞാൻ വളരെ കഷ്ടപ്പെട്ടായിരുന്നു. മഠം കയറി പിന്നെ ഉടുക്കാനും ഇടാനും കുടിക്കുന്നതിനോ ഒന്നിനും ഒരു കുറവില്ലാണ്ട് നമ്മളെ ഇവിടം വരെ എത്തിച്ചു. പിന്നെ അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു, എൻ്റെ മോക്ക് കല്യാണക്കാര്യം വന്നിട്ട് ഒന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ മദറോട് പ്രാർത്ഥിച്ചു. എൻ്റെ മദറോട് പ്രാർത്ഥിച്ചു, മദറെ ഒരു കള്ള് കുടിക്കാത്തയും ഒരു വലിക്കാത്ത ഒരു പയ്യനെ എൻ്റെ മോക്ക് തിരഞ്ഞു തരണേന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എനിക്കത് എത്തിച്ചു തന്നു. അപ്പോൾ അത് കല്യാണക്കാരെല്ലാം വന്ന് അതേ കല്യാണമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവൾക്കൊരു ചെറിയ ഇതായിരുന്നു, ഇവിടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞായിരുന്നു. അതെല്ലാം ഇപ്പോൾ സുഖമായി. നമ്മുടെ സിസ്റ്റർമാരെന്നും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ തെരസറോമിൽ കുട്ടികളും പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇന്നത്തെ തീയതി വരെ 6 വർഷമായി ഒരു കുഴപ്പം കൂടാതെ എൻ്റെ മോള് ജീവിച്ചു പോകുന്നത്. നമ്മളെ കുടുംബവും മദറിനോട് പ്രാർത്ഥിച്ചിട്ട്, പ്രാർത്ഥന തന്നെ നമുക്ക് ഏത് സമയം മദർ പേത്രയോട് ഇല്ല പ്രാർത്ഥനയാണ്. ഞാൻ 71 ജൂൺ 3-ാം തീയതി ഇവിടെ ക്യാമ്പിന് വന്നു. 3 ആഴ്ചത്തെ ക്യാമ്പായിരുന്നു. അപ്പം വന്ന് കയറിയപ്പോൾ എൻ്റെ ചാച്ചനും ഉണ്ടായിരുന്നു. വന്ന് കയറിയപ്പോൾ ഈ പരിസരങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊത്തിരി പെട്ടെന്നൊരു ഇഷ്ടമില്ലാത്ത പോലെ തോന്നി. അപ്പം മദറിനെ കണ്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ അന്നേരം ചാച്ചനോട് പറഞ്ഞു, ഞാൻ തിരിച്ചു പോരുവാണ്, എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ചാച്ചൻ പറഞ്ഞു, മോളെ വന്നതല്ലേ, 3 ആഴ്ച നിന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ മറിയം വന്നു.
അറിയത്തിനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. അത് കഴിഞ്ഞപ്പോൾ മദർ പേട്ര വന്നു. മദർ പേട്ര വന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ആ സ്നേഹവും ആ പെരുമാറ്റവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേത്തിനും എൻ്റെ മനസ്സ് പിന്നെ മാറി. മദർ പേട്രയുടെ ആ പ്രാർത്ഥനാ ജീവിതവും ധ്യാനാത്മക ജീവിതവും ആ സ്നേഹവും പ്രത്യേകിച്ച് മറ്റുള്ളവരുള്ള ആ പരിഗണനയും സ്നേഹവും ഒക്കെ ഒത്തിരി അനുഭവിച്ച് അറിയാനായിട്ട് എനിക്ക് സാധിച്ചു. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പേര് രാജു. ഞാൻ പരിയാരം സെൻറ്റ് മേരീസിലാണ് താമസം. സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കാലിനൊരു ആണി കയറിയിരുന്നു. മംഗലാപുരത്തുനിന്ന് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കാല് മുറിക്കണമെന്ന് പറഞ്ഞതാ. എൻ്റെ പെങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ എൻ്റെ ചേട്ടൻ ഇവിടെ നടന്നു വന്ന് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കാല് മുറിക്കേണ്ടത് അവളുടെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും കാരണം മദർ എൻ്റെ അസുഖം മാറ്റിത്തന്നിരിക്കുന്നു. കാലിൻ്റെ 3 മാസത്തോളം ആശുപത്രിയിൽ ആടിയിടിയായി കിടന്നു. അതിനിടയിലാണ് പെങ്ങൾ പ്രാർത്ഥിച്ചത്, ഇങ്ങനെ എൻ്റെ ഏട്ടനെ കൊണ്ടുവരാം എന്ന്. അങ്ങനെ ഞാൻ നടന്നു വന്ന് മദറുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. സൗഖ്യം നേടി. ഞാൻ ദീനസേവന സഭയിൽ ചേർന്നിട്ട് 51 വർഷമായി. ഈ 51 വർഷവും ആദ്യകാലത്ത് മദർ പേത്രയെ ഞങ്ങൾ കണ്ടു, അനുഭവിച്ചു. എല്ലാവരും ഉപേക്ഷിച്ച് കുഷ്ഠരോഗികളെ സ്വീകരിക്കുകയും അവരെ ഇവിടെ കൊണ്ടുവരികയും ശുശ്രൂഷിക്കുകയും ഒക്കെ ആയിരുന്നു. വന്ന കാലത്ത് അവരുടെ വ്രണങ്ങളിൽ പുഴുക്കളുണ്ട്. അതുപോലെയുള്ളവരെ അന്നേരം ദൈവം നമുക്ക് മാനുഷിക തലത്തിൽ ചെയ്യാൻ പറ്റിയല്ല. അപ്പം ദൈവത്തിൻ്റെ കരുണ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖം അവർ കണ്ടുകൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സഹോദരിമാർ ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ സമൂഹത്തിൽ എളിയവരെന്നോ അല്ലെങ്കിൽ ഉയർന്നവരെന്നോ, ഇപ്പോൾ ഒരു ജോലി ഓഫീസ് ജോലി ചെയ്യുന്നവർ ഉയർന്നവർ, മറ്റുള്ള ജോലി ചെയ്യുന്നവർ താഴ്ന്നവർ, എപ്പോഴും മദർ പറയും എപ്പോഴും സമം, എല്ലാവരെയും സമമായിട്ട് കാണണം. ഏത് ജോലിയും തുല്യരാണ്. അങ്ങനെ എല്ലാവരെയും തുല്യരായിട്ടും കാണാനായുള്ള ഒരു പാഠമാണ് മദർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും കഴിയുന്നു. സഭയിൽ ചേരാൻ സാധിച്ചതിനും അതുപോലെ സോഷ്യൽ വർക്കുകളിലൂടെയൊക്കെ അനേകം പേരെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സന്തോഷം കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ പാവങ്ങളെ ശുശ്രൂഷിക്കുന്നതിലൂടെ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു. സന്തോഷമായിട്ട് തന്നെ ഇവിടെ കഴിയുന്നു. ഇവിടെയുള്ള രോഗികളെയും സിസ്റ്റേഴ്സിനെയും ശുശ്രൂഷിക്കുന്നതിലും സന്തോഷം അനുഭവിക്കുന്നു. അങ്ങനെ സന്തോഷമായി കഴിയാൻ ദൈവം കൃപ നൽകി. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ അബോർഷനായി പോയിട്ടുണ്ടായിരുന്നു. വക്കളം ഇടവകയിലെ സിസ്റ്റർ ശാശ്വതയായിരുന്നു പറഞ്ഞത്, കൊച്ചൊരു കാര്യം ചെയ്യ്, നമ്മുടെ അമ്മയായ മദർ പേത്രയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് അപ്പോഴേക്ക് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ മകളുണ്ടായി. പിന്നീട് അമ്മയുടെ കല്ലറയിലേക്ക് പോയി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ മകൾക്ക് 2 വയസ്സാകാൻ വേണ്ടി പോകുന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മകളെ ആരോഗ്യത്തോടെ കിട്ടി. മഠത്തിൽ ചേർന്ന് ആദ്യമൊക്കെ എനിക്കിങ്ങനെ പോകണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ഇങ്ങനെ ഇവരുടെ ഓരോ സേവനങ്ങൾ ഇവിടെ വന്നപ്പം ഓൾഡ് ഏജ് ഹോം, തെരേസ ഹോമിൽ പിള്ളേരുടെ അടുത്ത് സിസ്റ്റേഴ്സ്, പിന്നെ അവിടുത്തെ പിള്ളേർ, പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്തെയും കണ്ടപ്പോൾ ഇവരിങ്ങനെ സിസ്റ്റേഴ്സ് കൂടെ നിന്ന് ചെയ്യുന്ന കണ്ടപ്പോൾ ശരിക്കും ഒരു പ്രചോദനം തോന്നി. അതായത് അവരുടെ തലയിൽ പേനൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഓടകളൊക്കെ കഴുകി ഇങ്ങനെ ഓവുചാലുള്ള ഓടകളൊക്കെ കഴുകുന്ന കാണുന്നു. അതിന് എന്തു വലിയ ജോലികളും അവർ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഒന്നുമില്ലാത്ത രീതിയിൽ, അതായത് മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ചെയ്യുന്ന ഓരോ ജോലികൾ ഇങ്ങനെ എനിക്ക് തോന്നി, എൻ്റെ മനസ്സിൽ തോന്നി. അങ്ങനെ സിസ്റ്ററായിട്ട് ഇപ്പം 12 വർഷമായി. 12 വർഷം ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തോട് കൂടെ നിന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു ഇതും എൻ്റെ മനസ്സിലേക്ക് തോന്നി. അങ്ങനെ സന്തോഷത്തോടു കൂടി ഇവിടെ ആയിരുന്നുകൊണ്ട് സിസ്റ്റേഴ്സിനെ നോക്കുകയും സേവനം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പം ഞാൻ നേഴ്സായിട്ട് ഇവിടെ ഓരോരുത്തരെയും നോക്കുന്നു. എനിക്ക് തോന്നിയ ഒരു സവിശേഷത ദിനസേവന സഭയുടെ സംലഭ്യതയാണ്. പ്രത്യേകിച്ച് സഹോദരിമാരുടെ സംലഭ്യത വളരെ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത്.
സഭ ആധുനിക ലോകത്തിൽ എന്നുള്ള വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ പ്രമാണരേഖ, അതിലെ ആമുഖത്തിലെ വാക്കുകൾ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതാണ്. ആ വാക്കുകൾ ഏകദേശം ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ മനുഷ്യരുടെ, വിശേഷിച്ച് പാവപ്പെട്ടവരുടെ ആകുലതകളും അസ്വസ്ഥതകളും ഉത്കണ്ഠകളും സങ്കടങ്ങളും സന്തോഷങ്ങളും സഭയുടേത് കൂടെയാണ് എന്ന് പറഞ്ഞാണ് സഭ ആധുനിക ലോകത്തിലെന്നുള്ള ഇവരെ പ്രമാണരേഖ ആരംഭിക്കുന്നത്. ദിനസേവന സഭ, ഈ ഒരു സഭയുടെ സ്ഥാപനം ഈ സഭ ഡോക്യുമെൻ്റ് വന്നതിന് ശേഷമായതുകൊണ്ടാണെന്നറിയില്ല, വളരെ കൃത്യമായിട്ട് ഈ ഒരു ഡോക്യുമെൻ്റിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സഭയാണ്. ചുറ്റുപാടുമുള്ള മനുഷ്യർ, പ്രത്യേകിച്ച് അഗതികളുടെയും നിരാശ്രയരുടെയും ഒക്കെയുള്ള അസ്വസ്ഥതകളും ആകുലതകളും തങ്ങളുടെ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് അവർക്ക് കർത്താവിൻ്റെ കരമായിട്ട്, കരുതലായിട്ട്, താങ്ങായിട്ട്, സാന്ത്വനമായിട്ട്, പ്രത്യാശയായിട്ട് നിലകൊള്ളുന്ന ഈ സഹോദരിമാർ തീർച്ചയായിട്ടും ദൈവം കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി ഇവിടെ നൽകിയ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ വിശേഷിച്ച് ഞാൻ ഓർക്കുന്നത് കണ്ണൂർ രൂപതയിൽ ഈ രൂപത ആരംഭിച്ച സമയത്ത് തന്നെ അതിന് പറ്റു മുമ്പുമൊക്കെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ, വിശേഷിച്ച് പാവപ്പെട്ടവർ, ഏറ്റവും പാവപ്പെട്ട സഹോദരങ്ങളെ സമുദ്ധരിക്കുവാനുള്ള ആ പ്രവർത്തനങ്ങളിൽ ഈ സഹോദരന്മാരെല്ലാവരും തന്നെ അവർ വളരെ കൃത്യമായിട്ട് അവരുടെ ആ സമർപ്പണം കൊണ്ട് പങ്കുചേർന്നവരാണ്. ഒരിക്കലും അതൊന്നും ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരെന്ന് ഒരിക്കലും അത് മറക്കുകയില്ല എന്നുള്ളത് സത്യമാണ്. പാവങ്ങളുടെ അമ്മയായ ഈ മദർ പേത്രായുടെ നാമകരണ പരിപാടികൾ ആരംഭിക്കുന്നത് 2007 അന്നത്തെ കണ്ണൂർ രൂപത അധ്യക്ഷനായിരുന്ന അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ രൂപതാതല കമ്മീഷൻ രൂപീകരിക്കുകയും സിസ്റ്റർ വന്ദനയെ പോസ്റ്റ്ലേറ്ററായും സിസ്റ്റർ സുദയ DSSനെ വൈസ് പോസ്റ്റ്ലേറ്ററായിട്ടും നിയമിക്കുകയും ചെയ്തു. തുടർന്ന് 2009 ജൂൺ 14 അഭിമന്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് മദർ പേത്രയെ ദേവദാസി പദവിയിലേക്ക് ഉയർത്തി. അതിനുശേഷം രൂപതാതല നാമകരണ പരിപാടികൾ വളരെ കാര്യക്ഷമമായി തുടർന്നു. പിന്നീട് 2012 സെപ്റ്റംബർ 29 മദർ പേത്രായുടെ കല്ലറ തുറന്ന് ഭൗതിക അവശിഷ്ടങ്ങൾ പരിശോധിക്കുകയും പിന്നീട് ആ ഭൗതിക അവശിഷ്ടങ്ങളെ ചാപ്പലിലുള്ള പുതിയ കല്ലറയിലേക്ക് സംസ്കരിക്കുകയും ചെയ്തു. തുടർന്ന് കാനനൈസേഷൻ പ്രോസസ്സ് കാര്യക്ഷമമായി നടന്നു. 2016 ജൂൺ മാസത്തിൽ രൂപതാതല പ്രവർത്തനങ്ങൾ പൂർത്തിയാവുകയും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് റോമിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. 2016 ഡിസംബർ മാസത്തിൽ റോമിലെ ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്തു, അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ CMI സഭാംഗമായ റവറൻ ഫാദർ ചെറിയാൻ തുണ്ടുപറമ്പിൽ അച്ഛനെ പോസ്റ്റ്ലേറ്ററായിട്ട് നിയമിക്കുകയും സിസ്റ്റർ വന്ദന DSSനെ വൈസ് പോസ്റ്റ്ലേറ്ററായിട്ട് നിയമിക്കുകയും ചെയ്തു. രൂപതാതല പ്രക്രിയയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി റോമിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്നതാണ് ഒരു വിശുദ്ധീകരണ നടപടിയുടെ രണ്ടാമത്തെ തലം, റോമൻ ഫേസ്. റോമിൽ നിയോഗിക്കപ്പെടുന്ന പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാരും അതുപോലെ ദൈവശാസ്ത്ര പണ്ഡിതന്മാരും ഈ രൂപതാതല പ്രക്രിയയിൽ സമാഹരിച്ച എല്ലാ തെളിവുകളുടെയും പഠനം നടത്തുകയാണ്. അതിനുശേഷം അവരൊന്നു ചേർന്ന് അവരുടെ ഒരു ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് വിധി പ്രസ്താവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് മറ്റൊരു കോൺഗ്രസ്, അവിടുത്തെ ബിഷപ്പുമാരും കർദിനാൾമാരും ഒക്കെ അടങ്ങുന്ന ഒരു കോൺഗ്രസ്സിൽ വീണ്ടും ഇത് ചർച്ചയ്ക്കെടുത്ത് അവരും അത് അംഗീകരിക്കുകയാണെങ്കിൽ അതിനുശേഷം ഈ ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റ് ഈ പഠനത്തിൻ്റെ എല്ലാം റിസൾട്ട് വളരെ സംക്ഷിപ്ത രൂപത്തിൽ മാർപ്പാപ്പയുടെ അടുത്ത് പോയി പ്രസൻറ്റ് ചെയ്യുകയും മാർപ്പാപ്പ തൻ്റെ ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ബോധ്യം വന്നാൽ ഈ ഇവരുടെ പഠന റിപ്പോർട്ടും വിധി പ്രസ്താവിക്കലും ശരിയാണെന്ന് അംഗീകരിച്ച് ഒപ്പുവയ്ക്കുകയും ചെയ്താൽ ഒരു വ്യക്തി അടുത്ത സ്റ്റേജിലേക്ക് പോകും. കോഴ്സ് തുടങ്ങുമ്പോൾ ഈ ആൾ ദൈവദാസി അല്ലെങ്കിൽ ദൈവദാസനാണ്.
അത് ഈ പുണ്യങ്ങളുടെ അഭ്യസനം വിരോചിതമായി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മാർപ്പാപ്പ അതിൽ ഒപ്പുവെച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി അവിടെ നിന്ന് ധന്യ പദവിയിലേക്ക് ഉയരും. അതിനുശേഷമാണ് വീണ്ടും വാഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവർ എന്നുള്ള നാമം ഈ വ്യക്തിക്ക് നൽകപ്പെടുക. അതിനും ശേഷം വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ. ഇതിന് വീണ്ടും ഈ പ്രക്രിയകൾക്ക് ശേഷം ഒരു അത്ഭുതം നടക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങളുടെ ചുരുക്കി പറഞ്ഞ് കാനണൈസേഷൻ അല്ലെങ്കിൽ വിശുദ്ധീകരണ നടപടി എന്താണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാനണൈസേഷൻ എന്ന് പറയുന്നത് 3 സ്വരങ്ങളുടെ അംഗീകാരമാണ്. ഒന്നാമതായിട്ട് പൊതുജനത്തിൻ്റെ സ്വരം, വോക്സ് പോപ്പുളി, ജനത്തിൻ്റെ സ്വരം. ജനം ഈ വ്യക്തി വിശുദ്ധിയോടെ ജീവിച്ചു അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ചു എന്ന് പറയുകയും കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അത്ഭുതങ്ങൾ ചെറുതോ വലുതോ നടക്കുകയും ചെയ്താൽ അത് ദൈവജനസ്വരമാണ്, വോക്സ് പോപ്പുളി. ഇപ്രകാരം ദൈവജനം ഇങ്ങനെ പറയുന്നത് ശരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ബോധ്യം വന്നാൽ രൂപത അധ്യക്ഷൻ വീണ്ടും അതിനെക്കുറിച്ച് ഔദ്യോഗികമായി നിയമാനുസൃതമായി പഠനം നടത്തി വീണ്ടും അവർ ഇതെല്ലാം ഞാൻ മുൻപ് പറഞ്ഞ ആ പ്രക്രിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പഠിച്ചു കഴിയുമ്പോൾ ബിഷപ്പിന് ബോധ്യം വന്നാൽ രൂപത തലത്തിൽ 2ാമത്തെ വോയിസ് വോക്സ് എക്ലേസിയ, സഭയുടെ സ്വരം. ഈ വ്യക്തി രക്തസാക്ഷിയായി മരിച്ചു, അല്ലെങ്കിൽ വിശുദ്ധനായി ജീവിച്ചു, അല്ലെങ്കിൽ ഹീറോയിക് ഓഫറിലൂടെ മരണം കൈവരിച്ചു. അത് രൂപതാ തലത്തിൽ നടക്കുന്നത്. ഇനിയും ഈ രൂപതാ തലം കഴിഞ്ഞ് റോമൻ തലത്തിൽ ചെല്ലുമ്പോൾ അവിടെയും വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ ദൈവശാസ്ത്രജ്ഞന്മാരും ചരിത്ര പണ്ഡിതന്മാരും ഒക്കെ പഠിച്ച് അതിനെക്കുറിച്ച് വിധി പ്രസ്താവിക്കുമ്പോൾ രൂപത തലത്തിൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന് റോമൻ തലത്തിൽ സഭയുടെ സ്വരമാണ് വോക്സ് എക്ലേസിയ തന്നെ. ഇനിയും ഈ രണ്ടും നടത്തുന്നത് ജനങ്ങൾ വഴിയായതുകൊണ്ട്, മനുഷ്യരായതുകൊണ്ട് മനുഷ്യർക്ക് തെറ്റുപറ്റാം. അതുകൊണ്ട് ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഭ പറയുകയാണ് 3ാമതൊരു സ്വരം കൂടി കേൾക്കണം. അതാണ് ദൈവത്തിൻ്റെ സ്വരം അല്ലെങ്കിൽ വോക്സ് ദേയി എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേക ദൈവദാസിയിലൂടെ ദൈവം ഒരു അത്ഭുതം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം. ഒരു വിശുദ്ധനും പരിശുദ്ധമ്മ പോലും അത്ഭുതം പ്രവർത്തിക്കുന്നില്ല, മറിച്ച് ദൈവം ഇവരിലൂടെ പലർ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അത്ഭുതം ചെയ്യുന്നു. ഇപ്രകാരം ഈ 3 സ്വരങ്ങളുടെ അംഗീകാരം വന്നു കഴിയുമ്പോഴാണ് ഒരാൾ വിശുദ്ധനായി പ്രഖ്യാപിക്കുക. 3ാമത്തെ സ്വരമാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ്, മനുഷ്യർ നടത്തിയ 2 വിധി പ്രസ്താവിക്കലും. ഇങ്ങനെയാണ് ഒരാൾ 4 പദവികളിൽ കടന്നുക. ദൈവദാസൻ, ധന്യൻ, വാഴ്ത്തപ്പെട്ടവൻ, വിശുദ്ധൻ. ഇങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധീകരണത്തിൻ്റെ ആഘോഷമാണെങ്കിൽ വിധി പ്രസ്താവിക്കലും അതിൻ്റെ ആഘോഷം വത്തിക്കാനിലോ അല്ലെങ്കിൽ പ്രാദേശിക സഭയിലോ നടക്കും. അങ്ങനെയാണ് ഒരാളുടെ വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കപ്പെടുക.